ഇൻഫ്ലേഷൻ ആണെങ്കിലും കൂടും. അപ്പം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ശരിക്കും പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ പ്രൈസ് കൂട്ടുക എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ സാധ്യത എത്തരത്തിലാണുള്ളത്? ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ കോഷ്യസ് ആയിട്ടാണ് ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫാർമ ഇൻഡെക്സും ഒപ്പം ഓഹരികളിലും താങ്കൾക്ക് ഇപ്പോഴും ഉള്ളൊരു നിലപാട് എത്തരത്തിലാണുള്ളത്? പല ഫാർമ സ്റ്റോക്സും ഇപ്പം അതിൻ്റെ ഒരു ഹൈയിലേക്ക് വന്നിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാവുന്നതാണ്, മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ മാർക്കറ്റ് കടന്നു പോകുന്നത്. ചൊവ്വാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിങ്ങിൽ ആരംഭിക്കുകയും എന്നാൽ നെഗറ്റീവായ രീതിയിലൊരു ക്ലോസിംഗ് എടുത്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ബുധനാഴ്ചത്തെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആരംഭിക്കുകയും അതിനുശേഷം പോസിറ്റീവായിട്ട്, അതായത് ഒരു റീബൗണ്ട് എടുത്തുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തതാണ് നമ്മൾ കണ്ടത്. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സിനാരിയോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിപ്പോൾ ഒത്തിരി സംശയങ്ങൾ നിക്ഷേപകരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് DBFസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. സർ, കഴിഞ്ഞൊരു വീക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചും രാജ്യത്തിനെ സംബന്ധിച്ചും വളരെ പ്രധാനമായപ്പെട്ട ഒരു തീരുമാനം വന്നിരുന്നു. അതായത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. 3 രൂപയ്ക്ക് മുകളിലേക്കുള്ളൊരു വർധനവാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഗ്ലോബൽ ടെൻഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം വലിയ രീതിയിൽ ക്രൂഡിനൊക്കെ പ്രൈസ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അവരുടെ മാർജിനെയൊക്കെ തന്നെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു 3 രൂപയുടെ വില വർധനവ് വിപണിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു വില വർധന വന്ന ദിവസമായിക്കോട്ടെ, മാർക്കറ്റിനെ സംബന്ധിച്ച് BPCL അല്ലെങ്കിൽ ഈ പറയുന്ന IOC അല്ലെങ്കിൽ HPCL പോലുള്ള കമ്പനികളുടെയൊക്കെ തന്നെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാര്യമായൊരു നേട്ടം രേഖപ്പെടുന്ന ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ അനലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് കാര്യമായൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ടില്ല. അതായത് ഈ 3 രൂപ എന്ന് പറയുന്നത് ഈ കമ്പനികൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്തുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു നഷ്ടം നികത്താൻ സാധ്യമായൊരു പ്രൈസ് ഹൈക്ക് അല്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു നേട്ടം നമുക്ക് ഈ ഒരു ട്രേഡിംഗ് സിനാരിയോയിൽ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കുകൾക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഘട്ടം ഘട്ടമായി ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു പ്രൈസ് ഹൈക്ക് കൊണ്ടുവന്ന ഒരു ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ ഉയർച്ച വന്നാൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് എത്തരത്തിലായിരിക്കും ബാധിക്കാൻ സാധ്യതയുള്ളത്? ഓയിൽ പ്രൈസിൻ്റെ ഇൻക്രീസ് അല്ലെങ്കിൽ മറ്റേ പെട്രോളിയം പ്രൈസ് റീറ്റെയിലിൽ ഇൻക്രീസ് ചെയ്യുന്നത് തികച്ചും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള. കാരണം എന്താ പറഞ്ഞാൽ അത് ജനങ്ങളെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. പെട്രോളിൻ്റെ ഡീസലും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അവരുടെ വാഹനങ്ങൾക്ക് പെട്രോളോ ഡീസലോ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് കൂടുതൽ. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ് ചാർജസ് മറ്റ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലെല്ലാം അതിൻ്റേതായ വില വർധന സംഭവിക്കും. ഇപ്പോൾ സിമെന്റ് പോലത്തെ സെക്ടർ എടുക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ സിമെന്റിന്റെ ഒക്കെ ഒരു ഫ്രൈറ്റ് ചാർജ് കൂടുകയും അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ ബാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് അങ്ങനെ എല്ലാ സെക്ടറിലും ബാധിക്കാൻ സാധിക്കും. അതെ, ജനത്തിനെ സംബന്ധിച്ചോളം കൺസ്യൂമർ ഐറ്റംസിൽ വരുന്നതാണല്ലോ അവർക്ക് ഫസ്റ്റ് ഇത് വരുന്നത്. അപ്പം അങ്ങനെ അവരെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധി. അപ്പം ഇൻഫ്ലേഷൻ ആണെങ്കിലും കൂടും. അപ്പം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ശരിക്കും പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ പ്രൈസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 1 മാസം അല്ലെ 2 മാസത്തിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷനുകളുണ്ടായിരുന്നു. ഇങ്ങനെ പല പൊളിറ്റിക്കലി പല കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ കോഷ്യസ് ആയിട്ടാണ് ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു 3 രൂപയുടെ ഇൻക്രീസ് ചെയ്തു. അതിന് ശേഷം ഒരു 90 പൈസ ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഇൻക്രീസ് പെട്രോളിയത്തിനും ഡീസലിനും വന്നിട്ടുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ചോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് ചോദിച്ചത് ഓയിൽ കമ്പനികളിൽ കാര്യമായിട്ടുള്ള ഇൻക്രീസ്, അതിൻ്റെ പ്രൈസിൽ കാര്യമായിട്ടുള്ള ഇൻക്രീസ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആദ്യം തന്നെ ടാക്സിലൊരു ചെറിയ റിലീഫ് കൊടുത്തായിരുന്നു. അപ്പം അതിനകത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന കമ്പനികളെ സംബന്ധിച്ചോളം ഉണ്ടായി. രണ്ടാമത് എന്നിരുന്നാൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഒരു 20 രൂപയോ അല്ലെങ്കിൽ 25 രൂപയോട് റിയലായിട്ടുള്ള
വ്യത്യാസം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ്, അതായത് അറൗണ്ട് 60 രൂപയുടെ അടുത്തൊക്കെയാണ് നേരത്തെ ക്രൂഡിന് വില ഉണ്ടായിരുന്നത്, അതാണ് ഇപ്പം 110 വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വ്യത്യാസം വരുമ്പം 20-25 രൂപയുടെ ഡിഫറൻസ് ഉള്ളപ്പം നമുക്ക് 3 രൂപ അല്ലെങ്കിൽ 4 രൂപ താഴെയാണ് വ്യത്യാസങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഓയിൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രൈസിൽ. എന്നാൽ ഈ ഇത്രയും ഇൻക്രീസ് ഉണ്ടെങ്കിലും നമ്മൾ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന IOCയുടെ ഒക്കെ മാർക്കറ്റ് പ്രൈസിൽ അതുപോലത്തെ കാര്യമായിട്ടുള്ളൊരു ഇടിവ് വന്നിട്ടുമില്ല. 160 ഉണ്ടായിരുന്നത് 130 റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിനല്ലെങ്കിലും അറിയാം ഇത് ഈ ഓയിൽ കമ്പനികളുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ ഉൽപ്പന്നത്തിന് അവർക്ക് യഥേഷ്ടം പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഈ ഓയിൽ കമ്പനികളുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോയിൻ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കാര്യമായിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകാറില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് ആയിട്ടാണ് അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഓഹരികൾ നേരത്തെ തുടങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ക്രൂഡ് വില വലിയ രീതിയിൽ ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ രീതിയിലല്ല, വലിയ രീതിയിലൊരു വർധനവ് കൊണ്ടുവന്നേ പറ്റുള്ളൂ. തീർച്ചയായും അവർ തന്നെ നിയന്ത്രിക്കുന്ന ഒരു പ്രൈവറ്റ് മേഖലയൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ വന്നേനെ. അപ്പം ഇത് ഗവൺമെൻറ് ആണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടായത് നേരത്തെ തന്നെ ഈ തരത്തിലുള്ള കമ്പനി. അതുകൊണ്ട് അതിൻ്റേതായ ഇഫക്റ്റ് ഓൾറെഡി ഉണ്ട് ആ സ്റ്റോക്കിൽ. അതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നിട്ടും ഈ സ്റ്റോക്ക് കാര്യമായിട്ട് താഴെ പോകാതിരുന്നത്. ഇപ്പം ഇൻക്രീസ് വന്നെങ്കിലും അതിനും കാര്യമായിട്ട് പെട്ടെന്നൊന്നും കയറി വരില്ല. ഇനി ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണം ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പം ഈ യുദ്ധവും അല്ലെങ്കിൽ ഈ മറ്റേ യുദ്ധഭീഷണികളും എല്ലാം മാറി നോർമൽ ആയിക്കഴിഞ്ഞാൽ ക്രൂഡും തിരിച്ച് ഈ പറഞ്ഞ പഴയ ലെവലിലേക്ക് വന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ഓയിൽ സ്റ്റോക്ക് കമ്പനികളുടെ വില വീണ്ടും കയറും. അതിനെല്ലാം നല്ല ഫണ്ടമെൻ്റലായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ്. തീർച്ചയായും അതിനകത്തൊക്കെ നല്ല ഫ്യൂച്ചർ ഇപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെപ്പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ്. സാറിന് നമുക്ക് ഒരു സെക്ടർ സംബന്ധമായ ഒരു ക്വസ്റ്റിലോട്ട് പോകാം. നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല സെക്ടറുകളും മാർക്കറ്റ് മോശമായിരുന്ന ഈ ഒരു സമയത്ത് വലിയ രീതിയിലൊക്കെ ഒരു ഡൗൺഫോൾ രേഖപ്പെടുത്തിയ ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമ ഇൻഡെക്സ് ആണ്. ഫാർമ ഇൻഡെക്സ് ആ ഒരു മോശം സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു ഫോളോ ചെയ്യുന്നത്. കാര്യമായൊരു വീക്ക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഫാർമ ഇൻഡെക്സ് നോക്കുമ്പോൾ കാര്യമായൊരു റാലി നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല പല ഫാർമ സ്റ്റോക്കുകളൊക്കെ തന്നെ മികച്ച രീതിയിലൊരു പെർഫോമൻസ് ഈ സമയം മാർക്കറ്റിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് സെക്ടർ എന്ന നിലയിൽ കൂടി വളരെ പ്രത്യേകതയുള്ള ഒരു സെക്ടറല്ലേ ഫാർമ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമ ഇൻഡെക്സും ഒപ്പം ഓഹരികളിലും താങ്കൾക്ക് ഇപ്പോഴും ഉള്ളൊരു നിലപാട് എത്തരത്തിലാണുള്ളത്? നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം കഴിഞ്ഞ ഈ ഫോളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം ആസ് ഇറ്റ് ഈസ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൻ്റെ ഫോള് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു 22,000 വരെ താന്നെങ്കിലും ഇപ്പോൾ തിരിച്ച് 23,000 മുകളിൽ കയറി നിൽക്കുന്നു. എന്ന് പറഞ്ഞാലും വലിയൊരു റീബൗണ്ടൊന്നും വന്നിട്ടില്ല. ഒരു ചെറിയ കുറച്ചും കൂടി നല്ലൊരു റീബൗണ്ട് വന്ന് 25,000 മുകളിൽ 24,000 മുകളിൽ കയറിയായിരുന്നെങ്കിലും വീണ്ടും തിരിച്ച് 23,500 ലെവലിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. സ്റ്റോക്കുകളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഫാർമ സ്റ്റോക്സ് വന്നു കഴിഞ്ഞാൽ പല ഫാർമ സ്റ്റോക്സും ഇപ്പം അതിൻ്റെ ഒരു ഹൈയിലേക്ക് വന്നിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമയെ എന്താ പറയുക ബിസിനസ്സിനെ അല്ലെങ്കിൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം അതൊരു നെസസിറ്റി പോലെ ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അതുകൊണ്ട് ജനം തീർച്ചയായും അതിൻ്റെ സെയിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളോ കാര്യമായിട്ട് ഈ പറയുന്ന ഇതിലൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിഫൻസീവ് സെക്ടറായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാവി ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു റാലി വരുമ്പോൾ ഫാർമ മറ്റ് പല അതായത് വല്ലാതെ ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള സെക്ടറുകളിൽ പെർഫോം ചെയ്യുന്നത് പോലെ ഫാർമ അടുത്ത ഒരു റാലിയിൽ ചിലപ്പോൾ പെർഫോം ചെയ്യണമെന്നില്ല. കാരണം എന്താ കഴിഞ്ഞാൽ അത് ഓൾറെഡി അത് കയറി നിൽക്കുന്ന ഒരു സെക്ടർ ആയതുകൊണ്ട് അടുത്ത റാലിയിൽ മറ്റ് ബീറ്റൻ ഡൗൺ സെക്ടേഴ്സ് റാലി ചെയ്യുന്ന പോലെ ഇത് ചിലപ്പം റാലി ചെയ്യണമെന്നില്ല.
സർ അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്തയായിരുന്നു 30-year ബോണ്ട് yield സംബന്ധിച്ച്. US 30-year ബോണ്ട് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ 2007 ശേഷമുള്ള ഏറ്റവും ഉയർന്നൊരു നിലയിലേക്ക് എത്തിയതായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ഇന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബോണ്ട് ഈൽഡിന് കാര്യമായൊരു ഹൈക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഇൻഫ്ലേഷൻ സാധ്യത എത്തരത്തിലാണുള്ളത്. മാത്രമല്ല ഈ ഒരു ബോണ്ട് ഈൽഡ് ഉയരുന്ന സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് അതായത് സ്റ്റോക്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ കൂടുതലും ഇവിടെ നിന്ന് വിട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ ബോണ്ടിലോട്ട് മാറാനുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു സെല്ലിംഗ് ഒക്കെ ഉള്ള ഒരു സമയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിക്ഷേപകർ ഏത് തരത്തിലുള്ള ഒരു നിലപാടായിരിക്കണം എടുക്കേണ്ടത്? ബോണ്ട് ഈൽഡ് കൂടുന്നത് അല്ലെങ്കിൽ ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഈൽഡ് കൂടുന്നത് തീർച്ചയായും അവിടേക്ക് അട്രാക്ഷൻ കൂടും. അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈവൻ FIIസിൻ്റെ ആ ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ബൈയിങ് സെല്ലിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാലും ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് ഇക്വിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചോളം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് സംശയമില്ല. തീർച്ചയായും ഫണ്ട് ഇവിടെ നിന്ന് ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യതകളുമാണ്. പക്ഷെ അതിനോടുകൂടി കൂട്ടി വായിക്കേണ്ടതല്ല ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഡോളറിനുണ്ടാകുന്ന ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീ വീണ്ടും വീണ്ടും ഒരു ഓൾ ടൈം ഹൈ എന്ന രീതിയിലേക്ക് ഒരു വീക്ക്നെസ് എന്ന രീതിയിലേക്ക് മാറുന്നു. ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണം? അതായത് എൻ്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ ലോങ് ടൈമിലോട്ടൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ ഇപ്പോൾ എത്തരത്തിലുള്ള ഒരു നിലപാടായിരിക്കണം എടുക്കേണ്ടത്? ലോങ് ടേമിലേക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറി മറിഞ്ഞു വരും. അത് എപ്പോഴും ഇതെല്ലാം ഷോർട്ട് ടേമിലേക്കുള്ള വ്യൂകളാണ്. ഇതിപ്പം 6 മാസം കഴിയുമ്പം ഈ പറഞ്ഞ റുപ്പി ഇപ്പം വളരെ വീക്കനായിട്ടുണ്ട്. ചിലപ്പം റുപ്പി കുറേയും കൂടെ സ്ട്രെങ്തൻ ആയി വരാം. ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയാണ്. കാരണം അവർ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ ബൈ ചെയ്തിട്ട് അവർക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇൻക്രീസിനകത്ത് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് വന്നാലും ഈ പറഞ്ഞ കറൻസി വീക്കനാവുന്നതുകൊണ്ട് അത് അവിടെ നഷ്ടമായി മാറുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പല കാര്യങ്ങളും ഒരുപാട് അവർ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പല കാര്യങ്ങൾ അടുത്ത ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും തിരിച്ച് നമ്മൾ തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ആ എക്കണോമിക് സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഷോർട്ട് ടൈമിലേക്കായിരിക്കും ഇഫക്റ്റീവായിട്ട് വരുന്നത്. ഇത്തരം വാർത്തകൾ രണ്ട് രീതിയിലാണ് സ്വീകരിക്കേണ്ടത്. അതായത് ഷോർട്ട് ടൈം നിക്ഷേപകർ എടുക്കേണ്ട ഒരു രീതിയിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് സാർ പറഞ്ഞത്. കാര്യമില്ല. ഇപ്പം ഈ പറയുന്ന മറ്റേ ബോണ്ടുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത് അടുത്ത 6 മാസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പം കൂടെ തന്നെ ഈ പറഞ്ഞ യുദ്ധഭീഷണിയും യുദ്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ക്രൂഡ് ഉയർന്നു പോയതിൻ്റെ പശ്ചാത്തലം, ഇങ്ങനെ പല പശ്ചാത്തലത്തിലാണ്. ഇതെല്ലാം തിരിച്ച് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ബോണ്ട് ഈൽഡ് താഴോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് US മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, NVIDIAയുടെ റിസൾട്ട് ഇന്നാണ് വരുന്നത്. ഇന്ന് വൈകുന്നേരം NVIDIAയുടെ റിസൾട്ടുകൾ എന്തായാലും ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, ഈ AI ബൂമിൻ്റെ പുറകെ ഒത്തിരി പേര് പോകുന്നുണ്ട്. അതായത് ഭാവിയിൽ AI എന്ന് പറയുന്ന വലിയൊരു സംഭവമായി മാറും എന്ന രീതിയിലൊക്കെ തന്നെ ഇന്ത്യയിലെ പല ഇൻവെസ്റ്റേഴ്സും പോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, NVIDIA പോലെയൊക്കെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു AI-യിൽ സ്കോപ്പുള്ള കമ്പനികളൊന്നും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ ഒരു AI സ്റ്റോക്കിൻ്റെ പിന്നാലെ ഇന്ത്യൻ നിക്ഷേപകർ പോകുന്നത്, ആ ഒരു കാര്യത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? കാരണം നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള ഒരു സ്കോപ്പ് ഇന്ത്യൻ IT കമ്പനികൾക്ക് നിലവിലുണ്ടോ? ഇന്ത്യൻ IT കമ്പനികൾ കാര്യമായിട്ട് AI-യിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് AI-യുടെ ഫ്യൂച്ചർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോഴും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വന്നപ്പോഴും അതിൻ്റേതായ രീതിയിൽ തൊഴിൽ നഷ്ടം വരും. ഇങ്ങനത്തെ പല കാര്യങ്ങളും അന്നും അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പരിധി വിട്ടിട്ട് അതിനൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അത്. അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് അതിനുള്ളിൽ കൂടെ വലിയ ഒരുപാട് സ്കോപ്പ് മറ്റൊരു രീതിയിൽ ഉണ്ടായി. അപ്പോൾ AI വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഉള്ള എംപ്ലോയി സ്ട്രെങ്ത്ത് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ പലതും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലംസമായിട്ട് അവരുടെ എംപ്ലോയി സ്ട്രെങ്ത്ത് കുറയ്ക്കാനായിട്ട് അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറയ്ക്കുന്നു. അങ്ങനെ വരുമ്പം അവരെ സംബന്ധിച്ചോളം പല കമ്പനികളുടെയും പ്രോഫിറ്റബിലിറ്റിയിൽ ഭയങ്കര വ്യത്യാസങ്ങൾ
വരും. മൊത്തത്തിൽ ഒരു എന്താ പറയുക കോമ്പറ്റീറ്റീവായിട്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ അതിനെ നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇതിനകത്ത് എത്രത്തോളം ഇമ്പാക്റ്റ് വരും എന്ന് നമ്മളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയുവാനായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുമോ അതോ ഈ AI ആയിട്ട് ബന്ധപ്പെട്ട് അവസരങ്ങളും തൊഴിലവസരങ്ങളും കൂടുതൽ ഉണ്ടാകുമോ? ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷനൊക്കെ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലവസരം അഡീഷണലായിട്ട് വന്നു. ഇപ്പുറത്ത് കുറേ പോയെങ്കിലും അതിൻ്റെ ഇരട്ടി നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ലഭിച്ചു. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എന്താ പറയുക തൊഴിലില്ലായ്മ അങ്ങനെയൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. തൊഴിലുകൾ കൂടുകയും ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞ മാതിരി AI ഏത് രീതിയിലായിരിക്കും അതിൽ വരുന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു അൺസർട്ടനാണ്. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റിസ്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർ, അതുപോലെ തന്നെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് എന്നൊരു സെഗ്മെൻ്റായിട്ട് എടുത്തുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അത് പലരും ടാക്സ് പേ ചെയ്യുന്ന പലരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ടാക്സ് പേ ചെയ്യുന്ന പലർക്കും ഈ ടാക്സ് അടയ്ക്കുന്നത് പലപ്പോഴും ഒരു ബാധ്യതയായി മാറാറുണ്ട്. അപ്പോൾ അവർക്ക് മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് എത്തരത്തിൽ സേവ് ചെയ്യാം? നമുക്ക് ELSS പോലുള്ള സ്കീമുകളുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഇൻകം ടാക്സിന് ഇപ്പോൾ 2 റെജിമാണുണ്ട്. ഒന്ന് ഓൾഡ് റെജിം, ന്യൂ റെജിം. ഈ ഓൾഡ് റെജിമിലാണ് ഇത്തരത്തിലുള്ള എക്സംഷൻസ് ഉള്ളത്. ന്യൂ റെജിമിൽ എക്സംഷൻസ് കാര്യമായിട്ടില്ല. അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്താ പറയുക നമുക്ക് ലിമിറ്റ് കൂട്ടിയിട്ടേക്കുന്ന ഒരു രീതിയാണ് ന്യൂ റെജിം വന്നേക്കുന്നത്. ഓൾഡ് റെജിമിൽ നമുക്ക് ATC പ്രകാരം 1,50,000 രൂപയാണ് ELSSന് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. അതായത് ELSS എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്താ കഴിഞ്ഞാൽ 3 വർഷം നമുക്ക് അതിന് ലോക്കിൻ പീരീഡ് ഉണ്ട്. അതായത് 3 വർഷം മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പോലെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ വിൽക്കാൻ പറ്റത്തുള്ളൂ. അത് 3 വർഷം ലോക്കിൻ പീരീഡാണ്, നമ്മുടെ കയ്യിൽ തന്നെ കിടക്കും. പക്ഷേ ഈ 3 വർഷം ലോക്കിൻ പീരീഡ് ഉള്ളത് ഒരർത്ഥത്തിൽ നോക്കിയാൽ നല്ലതാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും ലോങ് ടൈം ആയിട്ട് എടുത്താലാണ് കൂടുതലായിട്ട് ബെനിഫിറ്റ്. അപ്പം 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇതിന് അത്യാവശ്യം നല്ലൊരു റിട്ടേൺ കിട്ടും. മനസ്സിലായി. അപ്പം പക്ഷേ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട. അതായത് സപ്പോസ് 30% ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഈ 1.5 ലക്ഷം രൂപയുടെ 30% അയാളെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് ആണ്. അതുപോലെ തന്നെ NPSൽ നമ്മൾ ഇടുകയാണെങ്കിൽ 50,000 രൂപ എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയാൽ 2 ലക്ഷം രൂപയോളം എക്സംഷൻ നമുക്ക് കിട്ടും. ഈ NPSലും ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ അതിനും നമുക്ക് മറ്റേ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരു ഫണ്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 75% വരെ അങ്ങോട്ട് നമുക്ക് ഇടാം. പിന്നെ ഡെപ്റ്റ് ഫണ്ടുകളിലും ഇടാം. അപ്പോൾ അതുകൊണ്ട് അതും ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് അപ്പിറ്റേറ്റ് അനുസരിച്ച് അതും കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനകത്തും 12-14% ഒക്കെ റിട്ടേൺ കിട്ടുന്നുണ്ട് NPSൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപയുടെ എക്സംഷൻ നമുക്ക് അതിനകത്ത് കിട്ടും. അത്രയും കൂടി നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ അധികം ആളുകളും ന്യൂ റെജിമിലേക്കാണ് പോകുന്നത്. കാരണം ന്യൂ റെജിമിൽ 12 ലക്ഷം രൂപ വരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എക്സംഷൻ കിട്ടുന്നു. താങ്ക് യു പോൾ തോമസ് സാർ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് അറിയാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ക്വറീസ് അയക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.